ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരക്ക് തന്നെയാണ് ഗുരുവായൂർ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് അഷ്ടമിരോഹിണിയാണ്, ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഭക്തർ ഈ ഗുരുവായൂരേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് VIP ക്യൂകളോ മറ്റോ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും ഒരുപോലെ ദർശനം സാധ്യമാക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ദേവസ്വം ബോർഡും സാധ്യമാക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് തിങ്ങിക്കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളീയ പാരമ്പര്യം അനുസരിച്ച് അഷ്ടമി രോഹിണിയിൽ, അതായത് ഇന്ന് ഏകദേശം അർദ്ധരാത്രി വരെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെയായിട്ട് പൂജകളും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ പ്രാർത്ഥനകളും മറ്റുമൊക്കെയായി കൊണ്ടാടുക എന്നതാണ് നമ്മുടെയൊക്കെ ഒരു രീതി. നമ്മുടെ ഒരു ദൈവിക സങ്കല്പങ്ങളുടെയൊക്കെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ് ശ്രീകൃഷ്ണൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും ശ്രീകൃഷ്ണൻ കടന്നുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം, കുഞ്ഞ് ബാലികമാരൊക്കെ ഉണ്ട്. മോളെ എന്താ പേര്? വേദാത്മിക. എന്താ പേര്? രണ്ടുപേരും ശ്രീകൃഷ്ണൻ്റെ വേഷമൊക്കെ കിട്ടി വന്നേക്കാണല്ലേ? ശ്രീകൃഷ്ണൻ്റെ വേഷവും ഇത് രാധിക. ആരാ പാട്ട് പാടുക? ആണോ? ഒന്നൊരു പാട്ടൊന്ന് പാടിക്കും. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നിന്നും ചാർത്താം ഞാൻ, നിന്നിന്നും ചാർത്താം ഞാൻ കണ്ണാ കണ്ണാ കണ്ണാ. പഠിക്കണേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളാ? അങ്ങനെ 4ലും 1ലും ഒക്കെ പഠിക്കുന്ന 2 കുരുന്നു കുട്ടികൾ, അതായത് കൃഷ്ണൻ്റെയും രാധയുടെയും വേഷമണിഞ്ഞ് എത്തി. ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ടുമൊക്കെ പാടി. അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്ന് കുട്ടികളുടെ കൂടി ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്പാടിയിൽ കളിച്ചു വളർന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു ബാല്യകാല സ്മരണകൾ അതെല്ലാം തന്നെ അയവിറക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നതാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളും മറ്റുമൊക്കെ. ഈ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവകിയുടെയും വസുദേവൻ്റെയും കുട്ടിയായി ഭൂമിയിൽ അവതരിച്ച് യശോദയുടെയും നന്ദഗോപൻ്റെയും പുത്രനായിട്ട് അമ്പാടിയിൽ വളർന്ന കാലഘട്ടത്തിൽ വെണ്ണ കെട്ടുന്നതുമൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇന്ന് ശോഭായാത്രയും മറ്റുമൊക്കെ ഇന്ന് വൈകിട്ടോടു കൂടിയൊക്കെ ഉണ്ടാകും. ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടുത്തെ പ്രത്യേക പൂജകളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഇന്ന് 25,000-ൽ വരുന്ന ഭക്തർക്ക് ഇന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ്. ഇവിടെയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നും തൊഴുതു മടങ്ങുന്നുണ്ട്. കാരണം മണിക്കൂറുകൾ ക്യൂ നിന്ന് തൊഴുതു മടങ്ങുന്ന ആളുകളുണ്ട്. അവർക്കിടയിലാണ് ഇപ്പോൾ തൊട്ടിപ്പുറത്ത് നിന്ന് ഈ മണിക്കൂറുകൾ ക്യൂ നിൽക്കാൻ പറ്റാതെ ഒന്ന് കൃഷ്ണനെ കണ്ട് ഒന്ന് തൊഴുതു പോകണം എന്നാഗ്രഹിച്ച് എത്തുന്ന ആളുകൾ. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഓരോരുത്തരൊക്കെ ചോദിക്കാം. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ട്രിവാൻഡ്രം. എപ്പോൾ? ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. തൊഴാൻ പറ്റുമോ? തൊഴാൻ പറ്റി. ഇന്നലെ തൊഴുതു, ഇന്ന് നിർമ്മാലും തൊഴുതു. ഞാൻ എല്ലാ മാസം വരാറുണ്ട്. എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം? എങ്ങനെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം? എന്താണ്, ഞാനിവിടെ ഗുരുവായൂരും തൊഴും. അതുതന്നെ ആഘോഷം. എല്ലാ മാസം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസം ഇവിടെ ഒരു പ്രത്യേക ഈ ദിവസം വരുമ്പം അല്ല, ഇവിടെ ഈ ദിവസം മാത്രമല്ല, എന്ന് വന്നാലും ഒരു പ്രത്യേക ഫീലാണ്. എന്ന് വന്നാലും അതെ, ഇന്ന് വരുമ്പോഴത്തേക്കും ഒരുപാട് കുട്ടിക്കണ്ണന്മാരെയൊക്കെ കാണാൻ പറ്റും. ഇന്ന് വന്നാലും കൂടുതൽ വിഷു, പിന്നെ ഗുരുവായൂർ ഏകാദശി, ഈ 3 ദിവസങ്ങളിലും ഒരു പ്രത്യേകതയായിരിക്കും. അങ്ങനെ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണ്. തൊട്ടിപ്പുറത്തെ വീണ്ടും ഒരു കുട്ടിക്കണ്ണൻ ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് മടങ്ങുന്നു. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു വധൂവരന്മാരുമൊക്കെ ഉണ്ട്. എന്തായാലും ഈ ദിവസം ഇവർ ഇങ്ങനെ വളരെ ആനന്ദകരമാക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. എന്തായാലും നിലവിലിപ്പോൾ ഗുരുവായൂരേക്ക് നിരവധിയായിട്ടുള്ള ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ തില്ലങ്കേരി. ഈ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട്? അതെ, ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് വന്നതാണ്. എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ആഘോഷങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു. ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് നിങ്ങളൊക്കെ? ജന്മാഷ്ടമിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി, അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഫാമിലി ആയിട്ടാണോ വന്നത്? അതെ, എല്ലാവരും തൊഴുതു. ഏകദേശം മണിക്കൂറുകളൊക്കെ അങ്ങനെ ക്യൂ നിന്ന് എല്ലാവരും സന്തോഷത്തിലാണ്. ശ്യാമ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കുഞ്ഞുങ്ങളുടെ ദിവസം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും അത്രത്തോളം അവർ സന്തോഷത്തിലാണ്. ശ്രീകൃഷ്ണ വേഷമൊക്കെ അണിഞ്ഞ് കണ്ണനും ഗോപികമാരും ഒക്കെ എത്തി തുടങ്ങുന്നുണ്ട്. പലർക്കും വൈകുന്നേരത്തെ കാഴ്ചകളിലൊക്കെ ഇപ്പോൾ അവർക്ക് ആ രീതിയിൽ ഒരുങ്ങാൻ പറ്റിയില്ല എങ്കിൽ പോലും ആ മനോഹര കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടും വഴിയോരങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഒരുപക്ഷെ ആഘോഷത്തിന്റെ ഒരു ദിവസം കൂടിയായിരിക്കും. വിവാഹം ഗുരുവായൂർ
അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചവരാണ്. അവരുടെ മുന്നിൽ നിന്ന് പോലും കുട്ടി ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും ആഘോഷിക്കുകയാണ്. ഗുരുവായൂരിലെ പോലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുക. വൈകുന്നേരമായിരിക്കും ശോഭായാത്ര, ഘോഷയാത്രയൊക്കെ നടക്കുക.